ഒരിടത്ത് അപ്പു എന്നു പേരുള്ള ഒരു കൊച്ചു മിടുക്കനുണ്ടായിരുന്നു. അവന്റെ കൂട്ടിന് എപ്പോഴും ഒരു കുഞ്ഞ നായക്കുട്ടിയുണ്ടാകും. പേര് കിറ്റി. കാണാനൊരു കുഞ്ഞു പഞ്ഞക്കെട്ട് പോലെ ഇരിക്കുമെങ്കിലും കിറ്റിക്കൊരു വലിയ രഹസ്യമുണ്ടായിരുന്നു. അപ്പുവിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ നമ്മുടെ കിറ്റിയുണ്ടല്ലോ, ഒരു വലിയ ആനയോളം വളരും. എന്നിട്ടോ അപ്പുവിനെ ആരെ തൊടാൻ വന്നാലും അവരെ ഓടിച്ചിട്ടടിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കളിച്ചു ഇവർ രണ്ടുപേരും അറിയാതെ കാടിന്റെ ഉള്ളിൽ അകപ്പെട്ടു. പെട്ടെന്നാണത് സംഭവിച്ചത്. ദാ മുന്നിൽ നിൽക്കുന്നു ഒരു ഭീകരൻ സിംഹം. വിശന്നു വലഞ്ഞ ആ സിംഹം അപ്പുവിനെ പിടിക്കാൻ വേണ്ടി ആഞ്ഞു കുതിച്ചു. അപ്പു പേടിച്ച് കണ്ണുകളടച്ചു. പക്ഷെ അപ്പോഴാണ് ആ അത്ഭുതം നടന്നത്. നമ്മുടെ കുഞ്ഞു കിറ്റി ഉറക്കെ ഒന്ന് കുരച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കിറ്റി അങ്ങോട്ട് വളർന്നു ഒരു വലിയ ആനയേക്കാൾ വലുതായി. കിറ്റിയുടെ ആ ഭീമാകാരമായ രൂപം കണ്ട് സിംഹം പേടിച്ചു വിറച്ചുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല. ജീവനും കൊണ്ട് കാടിനുള്ളിലേക്ക് ആ സിംഹം ഓടിമറഞ്ഞു. സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ കാടിന്റെ മറ്റൊരു ഭാഗത്തെത്തി. തളർന്നുപോയ അപ്പു ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ഒരു കൂറ്റൻ മലമ്പാമ്പ് പതുക്കെ ഇഴഞ്ഞിറങ്ങിയത്. അപ്പു അറിയുന്നതിനു മുൻപേ ആ പാമ്പവനെ വരിഞ്ഞു മുറുക്കി. അപ്പു പേടിച്ചു നിലവിളിച്ചു, "കിറ്റി, എന്നെ രക്ഷിക്കണേ!" കിറ്റി പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല. അവൻ വീണ്ടും ആ ഭീമൻ രൂപമെടുത്തു. തന്റെ കരുത്തുറ്റ കാലുകൾ കൊണ്ട് ആ മലമ്പാമ്പിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. കിറ്റിയുടെ ആ കിടുക്കൻ പിടിയിൽ പാമ്പിന്റെ വരിഞ്ഞു മുറുക്കൽ അഴിഞ്ഞു. അപ്പുവിനെ മാറ്റിയ ശേഷം കിറ്റി ആ പാമ്പിനെ ആകാശത്തേക്കങ്ങോട്ട് എറിഞ്ഞു. പാമ്പ് എവിടെ പോയി വീണെന്ന് ആർക്കും അറിയില്ല. അപകടങ്ങളെല്ലാം മാറിയപ്പോൾ കിറ്റി വീണ്ടും പഴയ കുഞ്ഞു പഞ്ഞിക്കെട്ടായി മാറി. അപ്പു സ്നേഹത്തോടെ കിറ്റിയെ വാരിപ്പുണർന്നു. അന്നുമുതൽ അപ്പുവിനൊരു കാര്യം ഉറപ്പായി. തന്റെ ഈ കൊച്ചു കിറ്റി വെറുമൊരു നായക്കുട്ടിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോയാണ്. കൂടുതൽ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ.